ആദ്യം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിലെ കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് ആണ്. ഇത് പുതിയ വെർഷനിൽ മാത്രമേ കിട്ടുകയുള്ളൂ, അതേപോലെ ഒറിജിനൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടോ, ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞത് ഇവിടെ ആർട്ടാണെങ്കിൽ ആർട്ട്, ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, സ്റ്റൈലാണെങ്കിൽ ഉണ്ട് റെഫറൻസ് ഇമേജിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സ്റ്റൈൽസ് ഉണ്ട്, എഫക്ട്സ് ആണെങ്കിൽ എഫക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഞാനിപ്പം എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാൻഡ സിറ്റിംഗ് ഓൺ ചെയർ. ആർട്ട് വേണോ അതോ ഫോട്ടോ വേണോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ മതി. ഓക്കെ, റെഫറൻസ് ഇമേജ് ഏതെങ്കിലും വേണമെങ്കിൽ അത് ആ റെഫറൻസ് ഇമേജ് കൊടുത്ത് ജനറേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ്ടോ വേരിയേഷൻസ് ഇവിടെ ഇങ്ങനെ വരും, 3 വേരിയേഷൻസ് വരും. അപ്പോൾ നമുക്കില്ലെങ്കിൽ മാറ്റി 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 കൊടുക്കാം. അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എന്താ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ പ്രോംപ്റ്റ്. ആ പ്രോംപ്റ്റിനനുസരിച്ച് നമുക്ക് ആ ഒരു ഫോട്ടോ, പക്ഷേ സ്വല്പം ഒന്ന് ഹെവി ആയിരിക്കും സംഭവം. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ കൊടുത്ത രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സ് ഇതാ കിട്ടിയിട്ടുണ്ട്. ഉണ്ട്, ഇതിപ്പോൾ ജനറേറ്റ് എന്ന് പറഞ്ഞ് ചുമ്മാ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ പാൻഡ സിറ്റിംഗ് ഓൺ എ ചെയറിന് പകരം ഞാനിപ്പോൾ കൊടുത്ത പിക്ചറാണ് അതിൽ വന്നത്. പാൻഡ സ്റ്റാൻഡിങ് ഇൻ എ റിയലിസ്റ്റിക് ഫോറസ്റ്റ് എന്ന് കൊടുക്കാം. ജനറേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേരിയേഷൻസ് ഇവിടെ കാണിക്കും. 3 വേരിയേഷൻസേ കാണിക്കുകയുള്ളൂ കേട്ടോ. അതേപോലെ ഇവിടെ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാണിക്കും. മീൻസ് എന്താണ്, ആ ഒരു ഇത് മാത്രം കേട്ടോ സംഭവം മനസ്സിലായി. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത ഇതാണ്, അതാണ് ആ റിയലിസ്റ്റിക് സംഭവം കിട്ടാത്തത്. ഓക്കെ, മനസ്സിലായ സംഭവം എന്താണെന്ന്. ഞാനിപ്പോൾ ഇതിനെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ക്ലോസ് ചെയ്തിട്ട് ന്യൂ ഫയൽ എടുക്കുന്നു, ഫോട്ടോഷോപ്പ് എടുക്കുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ എ മാൻ സ്റ്റാൻഡിങ് ഇൻ എ ഫോറസ്റ്റ് വാട്ടർഫോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആർട്ടാണ് ഫോട്ടോ ആണ്. അവൻ ഈ ഫോട്ടോ മതി, റെഫറൻസ് ഇമേജ് ഒന്നും എനിക്ക് വേണ്ട, ചുമ്മാ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ എന്താണ് കൊടുക്കുന്ന ആ ഒരു ഇമേജ് അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കണ്ടോ, ഇനി ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരെണ്ണം ജനറേറ്റ് ചെയ്തല്ലോ, ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ സെലക്ട് സബ്ജക്റ്റ്. അപ്പം ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാം, റാസ്റ്ററൈസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സെലക്ട് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇയാളെ മാത്രം ഞാൻ സെലക്ട് ചെയ്യണേ. എന്നിട്ട് സെലക്ട് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്, ഇൻവേഴ്സ്. അറിയാമല്ലോ, സെലക്ട് ഇൻവേഴ്സ് അറിയാമല്ലോ, കൺട്രോൾ ഷിഫ്റ്റ് ആയി ഇതാ ഇൻവേഴ്സിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ജനറേറ്റീവ് ഫില്ലിൻ്റെ അകത്ത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, വാട്ടർഫോൾ അല്ലേ, എനിക്ക് മൗണ്ടൻ എന്ന് അടിച്ചു കൊടുക്കുകയാണേ. മൗണ്ടൻ ഓൺ ബാക്ക്. കണ്ടോ, ഇതാ ഒന്നിൽ ശരിയായില്ലെങ്കിൽ അടുത്തതിൽ. ഓക്കെ, ഡൈനോസർ സ്റ്റാൻഡിങ്. കണ്ടോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് വേണ്ടത് അവിടെ വെച്ചിട്ട് നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാം. അത് ഇതായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ടൈം എടുക്കും, ഇനി കുറച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സമയം എടുക്കും കേട്ടോ. അത് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യണം, ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ റൗണ്ടഡ് സെലക്ഷൻ ചെയ്തിട്ട് ജനറേറ്റീവ് ഫിൽ എന്നിട്ട് റിമൂവ്. ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, പോയല്ലോ, കണ്ടോ ഒബ്ജക്റ്റേ പോയി. പിടികിട്ടിയ സംഭവം.